രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അഷ്ടപതി 9-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെയും 8-ാമത്തെയും ശ്ലോകങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്കിത് തുടക്കം മുതൽ അഷ്ടപതി കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും 3 മണിക്ക് രാധാറാണിയും ഗുരുവായൂരപ്പനും അനുഗ്രഹിക്കുമെങ്കിൽ നാരായണീയം റിലീസായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും കൃത്യം 12 മണിയാകുമ്പോൾ രാധയുടെ പ്രണയം, കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം കിട്ടിയിരിക്കും. പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഇതൊക്കെ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ വ്യാഴാഴ്ചയും 12 മണിയാകുമ്പം അഷ്ടപതി കിട്ടിയിരിക്കും. രാധാറാണി അനുഗ്രഹിക്കുക ആണെങ്കിൽ അപ്പം പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാധയുടെ പ്രണയം 1 കിട്ടും, അഷ്ടപതി ക്ലാസ് കിട്ടും, നാരായണീയം കിട്ടും, സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. 8 വീഡിയോസ് വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കൊട്ടാരക്കര ഏരിയയിലുള്ളവർക്ക് ഇവിടെ വന്ന് പഠിക്കാം. ദൂരെ ഉള്ളവർ കാസർഗോഡ് നിന്നൊക്കെ സ്റ്റേ ചെയ്ത് പഠിക്കുന്നുണ്ട്. അവർക്ക് താമസ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അല്ലാത്തവർ പിന്നെ അതിനകത്തെ വീഡിയോ നോക്കുക. ബാക്കി ഞാൻ സമയം കിട്ടുമ്പോൾ അതിനകത്തേക്ക് ഇടുന്നതാണ്. ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട്, ഓരോ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഫലം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം അസ്ട്രോളജി ഉണ്ട്. പിന്നെ നമ്മുടെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. പിന്നെ കഠിനമായ കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായി, അത് നിങ്ങൾ പ്രത്യേകം കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഏതൊരു വീട്ടിലും പരസ്പരം കലഹിക്കുന്ന ദമ്പതികളോ ബന്ധം വേർപിരിഞ്ഞവരോ ഉണ്ടെങ്കിൽ അവരും അവരുടെ മക്കളും കണ്ടിരിക്കണം. ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോയും കിട്ടും. അഷ്ടാവക്ര ഗീതയുണ്ട്. അഷ്ടാവക്ര ഗീത നിശ്ചയമായും കേട്ടിരിക്കണം. കൃഷ്ണ ഭഗവാന്റെ കഠിനഭക്തനായ അഷ്ടാവക്രൻ എഴുതിയതാണ് അഷ്ടാവക്ര ഗീത. ഉടൻ തന്നെ നമുക്ക് നമ്മുടെ ചാനലിനകത്ത് കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധനെക്കുറിച്ചും കൃഷ്ണാവതാരത്തിൽ കൃഷ്ണൻ പറയാൻ പറ്റാതെ പോയ കാര്യങ്ങൾ ബുദ്ധനിലൂടെ പറയിപ്പിക്കുന്നു. ബുദ്ധൻ്റെ ധർമ്മപദം എന്ന പുസ്തകം പലർക്കും അറിയാൻ വയ്യായിരിക്കും. അതിൻ്റെ ക്ലാസ് ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്.
ധർമ്മപദത്തിൻ്റെ എന്താണ് ബുദ്ധൻ പറഞ്ഞത്, അതാണ് ഏതെന്ന് പറയുന്നത്, ധർമ്മപദം എന്ന് പറയുന്നത് മോക്ഷം കിട്ടാനുള്ള എളുപ്പ മാർഗമാണ്. അപ്പോൾ നമുക്ക് രാധാജിയെ സ്മരിച്ചിട്ട് തുടങ്ങാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്കും നിങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന നമ്മുടെ രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ രോഗങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ഇന്നത്തെ ശ്ലോകം നമുക്ക് പാടിത്തരുന്നത് ശ്രീകലയാണ്, ഇടക്കരയിലുള്ള ശ്രീകല. ആ ശ്രീകല ഇടക്കര വളരെ മനോഹരമായിട്ട് ഇത് ആലപിക്കുകയാണ്. ആദ്യം നമുക്ക് ശ്രീകലയുടെ ആലാപനത്തിലേക്ക് പോകാം, അതിനുശേഷം ഞാൻ ക്ലാസ് തുടരുന്നതായിരിക്കും. ഹരിരിതി ഹരിരിതി ജപതി സകാമം വിരഹ വിഹിത മരണേ വനികാമം. ഹരിരിതി ഹരിരിതി ജപതി സകാമം വിരഹ വിഹിത മരണേ വനികാമം. രാധികാ തവ വിരഹേ കേശവാ, രാധികാ തവ വിരഹേ കേശവാ. അപ്പോൾ നമ്മുടെ ശ്രീകല അത് പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി ഞാനത് വായിക്കാം. ഇത് വളരെ എളുപ്പമാണ്. ഹരി രീതി ഹരി രീതി ജപതി സകാമം വിരഹ വിഹിത മരണേവ നികാമം. രാധിക തവ വിരഹേ കേശവ. അപ്പം നോക്കേ, ഹരി രീതി അർത്ഥം എഴുത്. ഹരി രീതി ഹരി രീതി അങ്ങനെ ആവർത്തിച്ചെഴുത്. ഹരി രീതി ഹരി രീതി സമം ഹരി ഹരി എന്നിങ്ങനെ അർത്ഥം. ഹരി ഹരി എന്നിങ്ങനെ. അടുത്തത് ജപതി. ജപതി അർത്ഥം എഴുത് ജപിക്കുന്നു. ജപതി ജപിക്കുന്നു. സകാമം അർത്ഥം എഴുത് ആഗ്രഹത്തോടുകൂടി. സകാമം ആഗ്രഹത്തോടുകൂടി. വിരഹ വിഹിതം. വിരഹ വിഹിതം വിരഹ ദുഃഖത്താൽ എഴുതിക്കോണം. വിരഹ ദുഃഖത്താൽ. മരണേവ മരണമെത്തിയവളെ പോലെ അർത്ഥം എഴുതണം. മരണേവ മരണമെത്തിയവളെ പോലെ. നികാമം ആവർത്തിച്ച്. നികാമം ആവർത്തിച്ച്. അപ്പൊ തോഴി വന്ന് കൃഷ്ണനോട് പറയുകയാണ്, രാധാറാണി മരണാസന്നയായി കഴിഞ്ഞു അല്ലേ. ആ വരികൾ ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. തോഴി വന്ന് കൃഷ്ണ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ കേശവ, അങ്ങയുടെ വിരഹത്താൽ അങ്ങയുടെ വേർപാട് കൊണ്ടുണ്ടായ ദുഃഖം താങ്ങാൻ കഴിയാത്തതിനാൽ രാധാറാണി വിരഹവേദന കൊണ്ട് മരണം ആസന്നമായവളെപ്പോലെ അത്യധികമായ താല്പര്യത്തോടെ അല്ലെങ്കിൽ അത്യധികമായ ആഗ്രഹത്തോടെ ഹരി ഹരി എന്നിങ്ങനെ ആവർത്തിച്ചു ജപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം കൃഷ്ണന് വേർപെട്ടതോടുകൂടി രാധാറാണിയുടെ അവസ്ഥ പരിതാപകരമാണ്. കൃഷ്ണ മരണഭയം എത്തിയിരിക്കുന്നു. അപ്പം മരണമാസന്നമായവളെ പോലെ ഹരി ഹരി എന്നിങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മരണത്തോടടുക്കുമ്പോഴാണ് മനുഷ്യൻ രാവും പകലും ആവർത്തിച്ച് ഹരി 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 എന്ന് ജപിക്കുന്നത്.
ജപിക്കുന്നത് അല്ലേ? ഇപ്പം നിങ്ങൾക്കൊരു രോഗം വരുന്നു, ഇനി രക്ഷയില്ല, ഏത് നിമിഷവും പോകാം, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ 24 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഹരി 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 നാരായണ നാരായണ അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പം ജപിക്കും, അല്ലെങ്കിൽ രാവിലെ ഒന്ന് ജപിക്കും, അങ്ങനെ ഇടയ്ക്കും മുറയ്ക്കും ഒന്ന് ജപിക്കും. ഇതല്ല, മരണമാസന്നമാണ്, ഇനി അധിക നാളില്ല ഭൂമിയിൽ എന്ന് വന്നു കഴിഞ്ഞാൽ ഇരുട്ട വെളുക്ക നമ്മൾ എന്ത് ചെയ്യും? ഹരി 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 എന്ന് പറയും. കാരണം മരണമടുക്കുമ്പോൾ ഹരിയുടെ നാമം ഉച്ചരിച്ചാൽ കൊടും പാപി പോലും പരിശുദ്ധനായി മാറും. മരണമടുക്കുന്ന സമയത്ത് സാക്ഷാൽ ഹരിയുടെ നാമം ഉച്ചരിക്കുകയാണെങ്കിൽ കൊടും പാപി പോലും പരിശുദ്ധനായിട്ട് മാറുമെന്നാണ് വിശ്വാസം. ഹരി എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ ഹരിക്കുന്നവനാണ്, സങ്കടങ്ങൾ ഹരിക്കുന്നവനാണ്, പാപങ്ങൾ ഹരിക്കുന്നവനാണ്, വേദനകൾ ഹരിക്കുന്നവനാണ്. ഹരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുന്നവൻ. അപ്പം മരണമടുക്കുമ്പോൾ നമ്മൾ ഹരി ഹരി എന്ന് ജപിച്ചു കഴിയുമ്പോൾ നമ്മുടെ മരണഭയത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹരിക്കും, ഇല്ലാതാക്കും. നിങ്ങളുടെ സങ്കടങ്ങളെ മുഴുവൻ ഹരിക്കും, ഇല്ലാതാക്കും. മനസ്സിലായില്ലേ? നിങ്ങളുടെ ദുഃഖങ്ങളെ, നിങ്ങളുടെ പാപങ്ങളെ, ഈ ഭൂമിയിൽ ഇതുവരെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളെ മുഴുവനും നമ്മുടെ കൃഷ്ണൻ എന്ത് ചെയ്യും? ഹരിക്കും. അങ്ങനെ സർവ്വതിനെയും ഹരിച്ച് നമ്മളെ മുക്തിയുടെ മാർഗത്തിലേക്ക് ആര് നയിക്കും? ഭഗവാൻ ശ്രീകൃഷ്ണൻ നയിക്കും. അതുകൊണ്ടാണ് മരണമടുക്കുമ്പോൾ ഏതൊരു വ്യക്തിയും ഹരി 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 എന്നിങ്ങനെ ജപിക്കുന്നത്. അതായത് നാരായണ, ഭഗവാന്റെ ഏത് നാമം ആയാലും മതി. മരണമടുക്കുമ്പോൾ മനസ്സിലായ ഹരിയുടെ നാമം ജപിച്ചാൽ പിന്നെ മോക്ഷമാണ്. അതാണല്ലോ നമ്മുടെ അജാമിളൻ്റെ കഥ. അജാമിളൻ എന്ന ബ്രാഹ്മണൻ വഴിതെറ്റിപ്പോയി ഒരു സ്ത്രീയുടെ അടുക്കൽ ചെന്ന് പെട്ടു. ഒരു മോശപ്പെട്ട സ്ത്രീ അവളുടെ അടുക്കൽ ചെന്ന് പെട്ടു. സർവ്വതും നശിച്ചു. പക്ഷെ മഹാബ്രാഹ്മണനായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരം, ആ അവസരത്തിലാണ് യമദൂതന്മാർ വരുന്നു അജാമിളനെ കൊണ്ടുപോകാൻ. അത് കണ്ടപ്പോൾ അജാമിളൻ ഭയന്നുപോയി. അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനുണ്ട്. ആ മൂത്ത പുത്രൻ്റെ പേര് നാരായണൻ എന്നാണ്. അപ്പോൾ ഈ യമദൂതന്മാർ വരുന്നത് കണ്ടിട്ട് അജാമിളൻ ഭയന്നുകൊണ്ട് നാരായണ എന്ന് വിളിച്ചു. നാരായണ എന്ന് വിളിച്ചതോടുകൂടി നാരായണൻ്റെ ദൂതന്മാരും എത്തി. അപ്പോൾ യമദൂതന്മാരും നാരായണൻ്റെ ദൂതന്മാരും തമ്മിൽ തർക്കമായി. നാരായണൻ്റെ ദൂതന്മാർ പറഞ്ഞു, നാരായണ എന്ന പേര് വിളിച്ചതോടുകൂടി ഇവൻ പരിശുദ്ധനായി, ഇവനെ കൊണ്ടുപോകേണ്ടത് ഞങ്ങളാണ്. യമദൂതന്മാർ പറഞ്ഞു, ഇവൻ കൊടും പാപിയാണ്, ഭാര്യയും വിട്ട് വേശ്യാസ്ത്രീകളുമായിട്ട് രമിച്ച് സകല കുഴപ്പങ്ങളും കാണിച്ചവനാണ്, അതുകൊണ്ട് ഇവൻ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പം അവർ പറഞ്ഞു, ഹരിയുടെ നാമം ഉച്ചരിച്ചാലും അവൻ്റെ പാപം ആ നിമിഷം ഭസ്മമാകും. അപ്പോൾ യമന്മാർ പറഞ്ഞു, ഇവൻ ഒരിക്കലും സാക്ഷാൽ ഹരിയെ സ്മരിച്ചുകൊണ്ടല്ല വിളിച്ചത്, ഇവൻ ഭയന്നിട്ട് ഇവൻ്റെ മോൻ്റെ പേര് വിളിച്ചതാണ്. അപ്പം നാരായണൻ്റെ ദൂതന്മാർ പറഞ്ഞു, ആരുടെ പേരായാലും ശരി, നാരായണ എന്ന ശബ്ദം മരണമടുക്കുന്ന സമയത്ത് നാരായണനെന്നോ ഹരിയുടെ ഏത് നാമം ഉച്ചരിച്ചാലും ആ നിമിഷം അത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വേണമെന്നില്ല. ആരും ആയിക്കൊള്ളട്ടെ, അവൻ്റെ മകൻ്റെ പേരായിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഭഗവാനെ സ്മരിക്കാതെ തന്നെ ആ നാമം ഉച്ചരിച്ചാൽ ആ നിമിഷം അവൻ്റെ പാപങ്ങൾ എരിഞ്ഞു തീരും, അവൻ പരിശുദ്ധനായി തീരുമെന്ന് പറഞ്ഞ് ഈ അജാമിളനെ ആര് കൊണ്ടുപോവുകയാണ്? ഹരിയുടെ ദൂതന്മാർ കൊണ്ടുപോവുകയാണ്. മനസ്സിലായില്ലേ? അപ്പം അതുപോലെ ഇവിടെ രാധാറാണി മരണാസന്നയായി കഴിഞ്ഞിരിക്കുന്നു കൃഷ്ണ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ മരണം അടുത്തു കഴിഞ്ഞു. അത് എന്തുകൊണ്ടാണ് ആ മരണം വന്നത്? കൃഷ്ണന് വേർപെട്ട ദുഃഖം കൊണ്ട്. ആ ദുഃഖം കൊണ്ട് മരണത്തെ സ്വീകരിക്കുവാൻ ആര് തയ്യാറായി കഴിഞ്ഞു? രാധാജി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. രാധാജിക്ക് മനസ്സിലാകുന്നു, കൃഷ്ണനില്ലാതെ ഇനി അധിക നാൾ ജീവിക്കാൻ സാധ്യമല്ല, തൻ്റെ മരണം അടുത്തു. അപ്പം മരണം അടുത്തു എന്ന് രാധാജി മനസ്സിലാക്കിയത് കൊണ്ട് ആ മരിക്കുന്ന സമയത്ത് മുക്തി നേടി പോകാൻ ഹരി ഹരി എന്നിങ്ങനെ ജപിക്കുന്നത്. കാരണം
ഇവിടെ ജീവൻ പോകുന്ന സമയത്ത് ഹരിയെ സ്മരിച്ചു കഴിഞ്ഞാൽ ഈ ഹരിയെ അടുത്ത ജന്മം ഭർത്താവായി കിട്ടും. അപ്പൊ രാധാജി ഉദ്ദേശിക്കുന്നത് മരണമടുക്കുമ്പോൾ ഹരി എനിക്ക് നിന്നെ അടുത്ത ജന്മം ഭർത്താവായി കിട്ടണം എന്ന ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഹരി 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 എന്ന് ജപിക്കുന്നതോടുകൂടി അടുത്ത ജന്മം ഹരിയെ ഭർത്താവായി കിട്ടും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മരിക്കുമ്പം നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതായിട്ട് അടുത്ത ജന്മം മാറും. പറഞ്ഞൂടെ ഭരതൻ്റെ കഥ ഇല്ലേ? ഭരതൻ ഇങ്ങനെ ഒരു കടവിൽ സ്നാനത്തിന് ചെന്നപ്പോൾ ഒരു ഗർഭിണിയായ മാൻപേട, ആ മാൻപേട നിറഗർഭിണിയാണ്, അത് പ്രസവിച്ചു. അപ്പോൾ അതോടുകൂടി ആ മാൻ തള്ള മരിച്ചു. ആ മാൻകുട്ടിയോട് സ്നേഹമായി അതിനെ കൊണ്ടുവന്ന് വളർത്തി ഇരുട്ട വിളക്ക് അതിൽ ശ്രദ്ധയായപ്പോൾ ഭരതൻ അടുത്ത ജന്മം മാനായി ജനിച്ചു. അതുപോലെ രാധാറാണി കൃഷ്ണ നിന്നോടുള്ള വിരഹ ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അടുത്ത ജന്മം നിന്നെ ഭർത്താവായി കിട്ടണം. അപ്പോൾ ഏത് സമയത്തും നീ രാധാജിയുടെ കൂടെ കാണും. ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് ജീവൻ ത്യജിക്കാൻ തയ്യാറായി കഴിഞ്ഞു. രാധാജി മരിക്കാൻ തയ്യാറെടുത്തു. കൃഷ്ണ ഹരി ഹരി എന്ന് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് അടുത്ത ജന്മം നിന്നെ ഭർത്താവായി കിട്ടണം, അങ്ങനെയെങ്കിലും സായുജ്യമടയണം എന്ന് കരുതുന്നു. ചുരുക്കി പറഞ്ഞാൽ രാധാജിയുടെ ഹൃദയവേദന കൃഷ്ണനെ മനസ്സിലായില്ലേ? റാണിയുടെ ഹൃദയവേദന കൃഷ്ണ ഭഗവാനോട് വളരെ സമർത്ഥമായി തന്നെ അവതരിപ്പിക്കുകയാണ്, നമ്മുടെ തോഴി അവതരിപ്പിക്കുകയാണ്. ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കൃഷ്ണ മരിക്കാൻ പോവുകയാണ്, രാധാജി മരിക്കാൻ പോവുകയാണ്. നിനക്ക് രാധാജിയുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ വേണ്ട, നീ വരണ്ട. രാധാജി മരിക്കാൻ തയ്യാറെടുത്തു. കാരണം കൃഷ്ണനില്ലാത്ത ജീവിതം രാധാറാണിക്ക് താങ്ങാൻ പോലും കഴിയില്ല. അതുകൊണ്ട് നിന്റെ നാമം ഉച്ചരിക്കുകയും നിന്നെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് ജീവൻ വെടിയാൻ പോവുകയാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, കൃഷ്ണനെ ഹരി എന്ന് വിളിക്കുന്നത് തന്നെ അഭയം പ്രാപിക്കുന്നവരുടെ കഷ്ടപ്പാടുകൾ, വേദനകൾ, ഇവരെയൊക്കെ ഹരിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹരി ഹരി എന്ന് പറയുന്നത്. അല്ലയോ കൃഷ്ണ, നിന്നെ അഭയം പ്രാപിക്കുന്നവരുടെ ദുഃഖങ്ങൾ ഹരിക്കുന്നവനാണ്. ഇതാ രാധാജി എന്ത് ചെയ്തിരിക്കുന്നു? നിന്നെ അഭയം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ രാധാറാണിയുടെ ദുഃഖത്തെ ഹരിച്ചിരിക്കണം കൃഷ്ണ. രാധാറാണിയെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഒന്നുകിൽ നീ ഓടി വരിക, രാധാറാണിയെ ആലിംഗനം ചെയ്യുക. അങ്ങനെ നിന്റെ സ്പർശത്തിലൂടെ രാധാറാണി എന്ന വാടിക്കരിയാറായ വൃക്ഷം തളിർത്ത ഇലകൾ വന്ന് പടർന്ന് കയറട്ടെ. അതല്ലെങ്കിൽ നീ രാധാജിയെ മരിക്കാൻ അനുവദിക്കുക. ഇതിലേതാണ് കൃഷ്ണ നിനക്ക് വേണ്ടത്? നിനക്ക് രാധാജിയെ ജീവനോടെ വേണോ, അതോ രാധാജി നിന്റെ നാമം ഉച്ചരിച്ചു മരിക്കണം, അങ്ങനെയാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു ഉഗ്രൻ ചോദ്യം തോഴി ആരുടെ നേർക്കെറിയുകയാണ്? കൃഷ്ണന്റെ നേർക്കെറിയുകയാണ്. അപ്പോൾ ഇനി ഒന്നും കൂടെ നോക്കേ. ഹരിരിതി ഹരിരിതി ഹരി ഹരി എന്നിങ്ങനെ ജപതി. ജപതി എന്ന് പറഞ്ഞാൽ എന്താണ്? ജപിക്കുകയാണ്. സകാമം, ഭയങ്കര ആഗ്രഹത്തോടുകൂടി ജപിക്കുകയാണ്. ഏതാഗ്രഹം? അടുത്ത ജന്മം കൃഷ്ണനെ ഭർത്താവായി കിട്ടണേ എന്ന ആഗ്രഹത്തോടു കൂടി. അടുത്തത് വിരഹ വിഹിതം, വിരഹം കൊണ്ടുള്ള ദുഃഖത്താൽ മരണേവ, മരണമെത്തിയവളെപ്പോലെ നികാമം, ആവർത്തിച്ചാവർത്തിച്ച് നിന്റെ നാമം ഉച്ചരിക്കുന്നു. ആര്? രാധിക. തവ വിരഹേ ഹേ കേശവ. രാധിക നിന്റെ വിരഹം താങ്ങാൻ വയ്യാതെ ജപിക്കുകയാണ്. കൃഷ്ണ വേഗം വരൂ, മരണാസന്നയായ അവളെ മോചിപ്പിക്കൂ എന്ന് വിദഗ്ധയായ തോഴി കൃഷ്ണന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന തരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ശ്രീകല പാടുന്നത് കേൾക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഞാൻ പാടുന്നത് അതിനുശേഷം വീണ്ടും ശ്രീകല അടുത്ത ശ്ലോകം പാടുന്നതാണ്, അത് കേൾക്കുക. ഹരിരിതി ഹരിരിതി ജപതി സകാമം വിരഹ വിഹിത മരണേവ നികാമം. ഹരിരിതി ഹരിരിതി ജപതി സകാമം വിരഹ വിഹിത
मरणेव निकामं राधिका तव विरहे केशवा राधिका तव विरहे केशवा श्रीजयदेव भणितमिति गीतं सुखयतु केशव पदमुपनीतं श्रीजयदेव भणितमिति गीतं सुखयतु केशव പദമുപനീതം. അപ്പോൾ ശ്രീകല വളരെ മനോഹരമായിട്ട് ഈ ഗാനം പാടിയിരിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ശ്രീ ജയദേവ ഭണിത മിതി ഗീതം സുഖയതു കേശവ പദമുപനീതം. ഇതൊരു അനുഗ്രഹ ശ്ലോകവും കൂടാണ്, ഇത് കേൾക്കണം. ശ്രീ ജയദേവ ഫണിതമിതി, അർത്ഥം എഴുത്. ശ്രീ ജയദേവ ഫണിതമിതി, അർത്ഥം ശ്രീ ജയദേവനാൽ രചിക്കപ്പെട്ട, ശ്രീ ജയദേവനാൽ രചിക്കപ്പെട്ട കേശവ, കണ്ട, ശ്രീ കേശവ പദം, കേശവന്റെ പാദം എന്നാണ് അർത്ഥം, കേശവന്റെ പാദം. ഉപനീതം, ഉപനീതം അർത്ഥം എഴുത്, അടുത്തു കൊണ്ടുവരപ്പെട്ട, ഉപനീതം അടുത്തു കൊണ്ടുവരപ്പെട്ട. അപ്പൊ ശ്രീ ജയദേവ ഭണിതമിതി, ശ്രീ ജയദേവനാൽ രചിക്കപ്പെട്ട ഗീതം, ഈ ഗീതാഗോവിന്ദം. സുഖയതു, സുഖം നൽകും, കേശവ പദം, കേശവന്റെ പദത്തിന്റെ അടുക്കലെത്തിക്കും, ഉപനീതം അടുത്തേക്ക് കൊണ്ടുവരും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? കേട്ടുകൊള്ളൂ. ശ്രീ ജയദേവനാൽ, ശ്രീ ജയദേവനാൽ ആലപിക്കപ്പെട്ട ഈ ഗീതം കേശവ പദത്തിനടുത്ത് കൊണ്ടെത്തിച്ച് നിങ്ങളെ സുഖിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ജയദേവന്റെ ഗീതാഗോവിന്ദം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേശവ പദം പ്രാപിക്കും എന്ന് വലിയ ഒരനുഗ്രഹമാണ് ഇവിടെ ആര് തന്നിരിക്കുന്നത്? കവി തന്നിരിക്കുന്നത്. അതായത് ജയദേവ കവി രചിച്ച ഗീതാഗോവിന്ദം ഭക്തിപൂർവം ആലപിക്കുന്നവരാരായാലും ശരി, നിശ്ചയമായും അവർ കേശവനെ പ്രാപിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ ഏറ്റവും നല്ല മാർഗം എന്നും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അഷ്ടപതി വായിക്കുക. അതോടൊപ്പം തന്നെ കൃഷ്ണനിലും രാധാറാണിയിലും ഭക്തി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ രാധാജിയുടെ കഥകൾ കേൾക്കുക. അതിനാണ് രാധാജിയുടെ കഥ എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയമായി വരുന്നത്. 1-ാമത്തെ അധ്യായം തൊട്ടുണ്ട്, 75-76 ആയിക്കഴിഞ്ഞു. അപ്പം നിങ്ങൾ രാധയുടെ പ്രണയം കേൾക്കുമ്പം വരുന്ന ഗുണം, നിങ്ങളുടെ മനസ്സിൽ രാധാറാണി ആരാണെന്ന് മനസ്സിലായി രാധാറാണിയിൽ കഠിനമായ ഭക്തി ജപിക്കും. ആ ഭക്തി ലഭിച്ചിട്ട് ആ ഭക്തിയോടുകൂടി രാധാറാണി ആരാണെന്ന് അറിഞ്ഞിട്ട് അഷ്ടപതി വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇപ്പം ഇരട്ടിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അഷ്ടപതി വായിക്കുമ്പോൾ രാധാജി ആരാണെന്ന് അറിയാൻ വയ്യെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിനകത്തേക്ക് തുളച്ചിറങ്ങില്ല. അപ്പം നിങ്ങൾ കൃത്യമായിട്ടും രാധയുടെ പ്രണയവും കേൾക്കണം, അതേപോലെ അഷ്ടപതി ചൊല്ലുകയും വേണം. ശാരീരിക ആരോഗ്യത്തിന് നാരായണീയം ക്ലാസ് നിങ്ങൾ തിങ്കളാഴ്ച കേൾക്കുക, എന്നിട്ട് നാരായണീയവും നിങ്ങൾ ജപിക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ ഗീതാഗോവിന്ദം എന്നറിയപ്പെടുന്നതാണ് അഷ്ടപതി, രണ്ടും ഒന്നാണ്. അവർ വായിക്കുന്ന ആ അഷ്ടപതി രാധാജിയെയും കൃഷ്ണനെയും സ്മരിച്ചുകൊണ്ട്, രണ്ടുപേരെയും സ്മരിച്ചുകൊണ്ട് വായിക്കുന്നവർക്ക് ഗോലോകപ്രാപ്തി ഉണ്ടാകട്ടെ, നിങ്ങൾ ഗോലോകത്തെത്തിച്ചേരട്ടെ എന്ന് ജയദേവ കവി ആശംസിക്കുകയാണ്. കവിയുടെ വകയായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ, ഈ ശ്ലോകം വായിച്ചു കഴിഞ്ഞ് കൃഷ്ണനിലും രാധാജിയിലും അമിതമായ ഭക്തി ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരണശേഷം ഗോലോകത്തെത്തും. പിന്നെ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് വരണ്ട, നിങ്ങളും നിങ്ങളുടെ ഭർത്താവും അവിടെ എത്തുകയും പിന്നെ ജരാനരകളില്ല,
പിന്നെ എന്താ പറയേണ്ടത്, അസുഖങ്ങളില്ല, ഒന്നുമില്ല. നമ്മളിവിടെ വീടുകളിൽ താമസിക്കുന്നത് പോലെ അവിടെ തോഴിമാർക്കും താമസിക്കാൻ, സകുടുംബം താമസിക്കാൻ പ്രത്യേക വസതികളുണ്ട്. ആകെ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ കൃഷ്ണനും രാധാജിക്കും പൂജ നടക്കേണ്ട സമയത്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ബാക്കി സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് വീട്ടിൽ വന്ന് ആഹ്ലാദിക്കാനും പറ്റും. അങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഏത് കേട്ടിരിക്കണം, ഗീതാ ഗോവിന്ദം നിങ്ങൾ ഭക്തിപൂർവം വായിച്ചിരിക്കണം, അർത്ഥം മനസ്സിലാക്കി. അപ്പം രാധാജിയുടെ ഹൃദയവികാരങ്ങൾ എന്തെന്നും രാധാറാണിക്ക് കൃഷ്ണനോടുള്ള പ്രണയം എന്തെന്നും ഗീതാ ഗോവിന്ദം വായിക്കുന്ന വിശുദ്ധരായ കൃഷ്ണഭക്തർക്ക് ബോധ്യമാകുമെന്നാണ് കവി പറയുന്നത്. വിശുദ്ധർ, ഓർമ്മ വേണം, ഗീതാ ഗോവിന്ദം വായിക്കുന്ന വിശുദ്ധരായ ആരാ വിശുദ്ധരാകുന്നത്? ഭഗവാനിലും രാധാറാണിയിലും ഒരുപോലെ ഭക്തി ഉറയ്ക്കുന്നവർ. ഇപ്പം കൃഷ്ണ ഭഗവാനെ മാത്രം ആരാധിക്കുന്നവർ വിശുദ്ധരല്ല. രാധാജിയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും വിശുദ്ധി വരില്ല. ആ വിശുദ്ധരായിട്ടുള്ള ഭക്തന്മാർക്ക് നിശ്ചയമായിട്ടും എന്തു ചെയ്യും? രാധാജിയുടെ ഹൃദയവികാരങ്ങൾ മനസ്സിലാകും. രാധാറാണിക്ക് കൃഷ്ണനോടുള്ള പ്രണയം മനസ്സിലാകും. അങ്ങനെ രാധാറാണിക്ക് കൃഷ്ണനോട് എന്തുമാത്രം പ്രണയമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ആ നിമിഷം നിങ്ങളുടെ പാപങ്ങൾ എരിഞ്ഞു തീരുമെന്നാണ് ജയദേവ കവി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ രാധയുടെ പ്രണയം സ്ഥിരമായി കാണുന്ന പ്രേക്ഷകരുടെ പാപം തീർന്നിരിക്കും, സംശയമൊന്നും വേണ്ട. കാരണം നിങ്ങളോളം രാധാജിയുടെ ഹൃദയവേദന എന്തെന്ന് അഷ്ടപതി മാത്രം കേട്ടിട്ടുള്ള ഒരു സബ്സ്ക്രൈബേഴ്സിനും പറ്റത്തില്ല. മനസ്സിലായ? രാധാറാണിയുടെ ഹൃദയവികാരങ്ങൾ എന്തെന്നറിയണമെങ്കിൽ രാധയുടെ പ്രണയം ഒന്നേന്ന് കേൾക്കണം. അങ്ങനെ കേൾക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് ഈ അഷ്ടപതി വായിക്കുമ്പോൾ രാധാറാണി എന്താണെന്നും ഈ ഹൃദയവേദന എന്താണെന്നും അറിയും. നിശ്ചയമായും എൻ്റെ രാധയുടെ പ്രണയം കേൾക്കുകയും കേട്ടിട്ട് അഷ്ടപതി വായിക്കുകയും ചെയ്യുന്നവർ കേശവപദം പ്രാപിച്ചിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇതുകൂടാതെ കവി ഈ ശ്ലോകം വൈഷ്ണവർക്ക് വേണ്ടിയാണ് രചിച്ചിട്ടുള്ളത്. വിഷ്ണു ഭക്തന്മാരാണ് വൈഷ്ണവര്, ശിവഭക്തന്മാരാണ് ശൈവര്. അപ്പോൾ ശുദ്ധമായ വൈഷ്ണവർക്ക് വേണ്ടിയാണ് രചിച്ചിട്ടുള്ളത്. ഇവിടെ കവി പറയുന്നത് കേശവപദം പോകുമെന്നാണ്. ഈ കേശവപദം ഒരു സ്ഥാനപ്പേരാണ്. ഭഗവത് പ്രാപ്തി ലഭിച്ച വൈഷ്ണവരെ കേശവപദ എന്നാണ് വിളിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ അഭയം തേടിയ, പ്രാപ്തി നേടിയ വൈഷ്ണവരെ വിളിക്കുന്ന വൈഷ്ണവരെ വിളിക്കുന്ന പേരാണ് കേശവപദ. യസ്യ സൗദം കേശവപദം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കേശവപദ എന്ന് വിളിച്ചിരിക്കുന്നത്. ഉപമ അലങ്കാരം. ലാസ്റ്റ് പറയുന്നില്ലേ കേശവപദ. ആ കേശവപദ എന്ന് പറഞ്ഞാൽ വളരെ അർത്ഥമുള്ള വാക്കാണ്. ആ കേശവപദയുടെ അർത്ഥം ഇതാണ്: വൈഷ്ണവര്, അതായത് വൈഷ്ണവർക്ക് വേണ്ടി രചിച്ച ഗീതമാണ്. ഭഗവാനിൽ ഭക്തി ഉറച്ച ഏത് വൈഷ്ണവർക്കും കിട്ടുന്ന സ്ഥാനപ്പേരാണ് ഏതെന്ന് പറയുന്നത് കേശവപദ എന്ന് പറയുന്നത്. ആ കേശവപദ എന്ന സ്ഥാനപ്പേര് കിട്ടിയവർ നിശ്ചയമായും കേശവപദം പ്രാപിച്ചിരിക്കും. അപ്പം കേശവപദ എന്ന സ്ഥാനപ്പേര് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? രാധയുടെ പ്രണയം കേൾക്കുക. അപ്പം രാധാജിയുടെ ആരെന്നറിയും. എന്നിട്ട് അഷ്ടപതി വായിക്കുക. അതോടെ കൃഷ്ണനെയും രാധയെയും അതീവ ഗാഠമായി സ്നേഹിക്കുകയും ഭക്തി പുരുകയും അതോടുകൂടി നിങ്ങൾ കേശവപദ എന്ന സ്ഥാനത്തിന് അർഹരായി തീരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓരോരുത്തരും നിങ്ങൾ കേശവപദ എന്ന സ്ഥാനത്തിന് അർഹരായി കഴിഞ്ഞോ ഇല്ലയോ എന്ന് സ്വയം ചിന്തിക്കുക. കൃഷ്ണനിലും രാധാജിയിലും അമിത ഭക്തി വന്നാൽ നിങ്ങൾ കേശവപദ എന്ന സ്ഥാനത്തിന് അർഹരായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ നോക്കേ. ശ്രീ ജയദേവ ഭണിതമിതി ഗീതം. ശ്രീ ജയദേവനാൽ രചിക്കപ്പെട്ട ഈ ഗീതം സുഖയതു, സർവസുഖങ്ങളും നൽകും. കേശവപദം നിങ്ങളെ കേശവന്റെ അടുക്കലെത്തിക്കും. ഉപനീതം അടുക്കലെത്തിക്കും.
അങ്ങനെ നിങ്ങളെല്ലാവരും കേശവപദ എന്ന സ്ഥാനത്തിന് അർഹരായി തീരട്ടെ. രാധാജിയെയും കൃഷ്ണനെയും ഭക്തിപൂർവം സ്മരിച്ച് കേശവപദ എന്ന സ്ഥാനത്തിന് അർഹരായി തീർന്ന് ആത്മാവ് ശരീരത്തിൽ നിന്ന് പൊയ്ക്കഴിഞ്ഞ് കേശവപദം പോകട്ടെ. അതിന് ഭാഗ്യമുണ്ടാകട്ടെ ഇത് കേൾക്കുന്നവർക്കെന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം ഭഗവാനെ കൃഷ്ണ, അമ്മേ രാധാറാണി അമ്മേ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കേശവപദ എന്ന സ്ഥാനപ്പേരിന് അർഹരാക്കി തീർക്കണേ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഹരിരിതി ഹരിരിതി ജപതി സകാമം വിരഹ വിഹിത മരണേ വനികാമം. ഹരിരിതി ഹരിരിതി ജപതി സകാമം വിരഹ വിഹിത മരണേ വനികാമം. രാധികാ തവ വിരഹേ കേശവാ, രാധികാ തവ വിരഹേ കേശവാ. ശ്രീജയദേവ ഭണിതമിതി ഗീതം സുഖയതു കേശവ പദമുപനീതം. ശ്രീജയദേവ ഭണിതമിതി ഗീതം സുഖയതു കേശവ പദമുപനീതം.